ആദ്യം പഠിക്കുന്ന കേസ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ്. ഹെഡിങ് കൊടുക്കുക ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. കുറെ കേസൊക്കെ ബേസിക് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് വരുന്നത് ട്രൂത്ത് ടേബിളിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഗ്രാഫ് തിയറിയുടെ ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെ ഗ്രാഫ് തിയറി ഒക്കെ കുറച്ച് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കേസൊക്കെ തന്നെ. ഈ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രൊപ്പോസിഷൻ ആണ്. പ്രൊപ്പോസിഷൻ 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 പ്രിപ്പോസിഷൻ അല്ല, പ്രൊപ്പോസിഷൻ ആണ്. ഈ ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആയിരിക്കണം. ഒന്നുകിൽ ആൻസർ ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ സെന്റൻസ് നിങ്ങൾ പഠിക്കാറുണ്ട്. ഗ്രാമറിൽ ഇൻട്രഗേറ്റീവ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി ഉണ്ട്. ഈ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ എഴുതിയാൽ കോട്ടയം ഈസ് എ സിറ്റി. ഇതിനകത്ത് ഒരു ആൻസർ ആയിട്ട് ട്രൂ ആകാം അല്ലെ ഫോൾസ് ആകാം. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയതുകൊണ്ട് അതിന്റെ ആൻസറിന്റെ പേരാണ് ട്രൂത്ത് വാല്യൂ. അതിന്റെ വാല്യൂ ട്രൂ ആണ്. വേറൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ 2 + 2 = 5. ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്നറിയാം, അപ്പോഴും അതിന്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആണ്. അപ്പൊ ഈ കിട്ടുന്ന ആൻസർ ഒന്നുകിൽ ട്രൂ ആയിരിക്കാം അല്ലെ ഫോൾസ് ആകാം. അങ്ങനെ ഏതെങ്കിലും ഒരു ആൻസർ വന്നാൽ അങ്ങനെയുള്ള സെന്റൻസ് അതാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഒന്നുകിൽ ട്രൂ ആകണം അല്ലെ ഫോൾസ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. A proposition is a declarative sentence that is either true or false but not both. അതാണ് പ്രൊപ്പോസിഷൻ. പ്രൊപ്പോസിഷൻ നമ്മൾ സാധാരണ ഏതെങ്കിലും ലെറ്ററിൽ കൊടുക്കാം. നമ്മൾ മജോറിറ്റി PQRS അങ്ങനെയുള്ള ലെറ്ററിലാണ് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് പ്രൊപ്പോസിഷൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. കണക്റ്റീവ്സ് ആൻഡ് ഉണ്ട്, ആൻഡ്, ഓർ, പിന്നെ കണ്ടീഷണൽ. അതിന്റെ വേറെ പേരാണ് ഇഫ് ദെൻ. അതാണ് ഈ സിമ്പൽ ഇഫ് ദെൻ. വേറൊരെണ്ണമാണ് ബൈ കണ്ടീഷണൽ. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇത്രയും കേസ് മെയിൻ ആയിട്ട് രണ്ട് കണക്റ്റീവ്സ്, രണ്ട് പ്രൊപ്പോസിഷൻ തമ്മിൽ ജോയിൻ ചെയ്തെഴുതുന്ന കണക്റ്റീവ്സ് ആണ്. ഇപ്പൊ ഈ കണക്റ്റീവ്സിൽ ചെയ്യുമ്പം ഈ ആൻഡിന്റെ വേറൊരു പേരാണ് കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറയുന്നതും ആൻഡും ഒന്ന് തന്നെയാണ്. ആൻഡ് എങ്ങനെ വേണേലും എഴുതാം. ഇതാണ് കൺജങ്ഷൻ. കൺജങ്ഷനകത്ത് ഇത് നമ്മൾ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യാൻ. ഈ കൺജങ്ഷനകത്ത് ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെ രണ്ട് പ്രൊപ്പോസിഷൻ പിയും ക്യൂവും ആൻഡിൽ വരുമ്പം ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകും. പേഴ്സണലായിട്ട് എന്നോട് കോണ്ടാക്ട് ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്തോണം. ഈ നോട്ട്സും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. എല്ലാം അങ്ങ് എഴുതിയെടുക്കണമെന്നില്ല, നോട്ട്സ് ഞാൻ തരും. അപ്പൊ നോക്കുക, രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആകാം, ട്രൂ ഫോൾസ് ആകാം, അല്ലെ ഫോൾസ് ട്രൂ ആകാം, രണ്ടും ഫോൾസ് ആകാം. ഈ ആൻസർ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുമ്പോൾ അല്ലെ പ്രൊപ്പോസിഷൻ എഴുതുമ്പം രണ്ടും ട്രൂ ആകാം, ട്രൂ ഫോൾസ് ആകാം, ഫോൾസ് ട്രൂ ആകാം, രണ്ടും ഫോൾസ് ആകാം. ആൻഡ് വരുമ്പം രണ്ട് വാല്യൂ ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻസർ ട്രൂ എഴുതുകയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഫോൾസ് ആണ്. രണ്ട് വാല്യൂ ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻസർ ട്രൂ ആകത്തുള്ളൂ. അപ്പൊ ദേ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു എക്സാമ്പിളില്
ഇതിന്റെ ആൻസർ ആൻഡ് ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ ഒരു വാല്യൂ ട്രൂവും ഒരു വാല്യൂ ഫോൾസും ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഒന്ന് ട്രൂ ഒന്ന് ഫോൾസ് ആവുമ്പം ഇവിടുത്തെ പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന ആൻസർ ഫോൾസ് ആയി. ഇതാണ് കൺജങ്ഷൻ. വേറെ പേരാണ് ആൻഡ്. കൺജങ്ഷൻ അല്ലെങ്കിൽ ആൻഡ്. അടുത്ത ഇതാണ് ട്രൂത്ത് ടേബിൾ. ഈ ടേബിൾ എഴുതുന്നതാണ് ട്രൂത്ത് ടേബിൾ. അടുത്തതാണ് ഡിസ്ജങ്ഷൻ. ഡിസ്ജങ്ഷൻ ഡിസ്ജങ്ഷൻ അതാണ് ഓർ. എങ്ങനെ വേണേലും കൊടുക്കാം ഓർ. ഡിസ്ജങ്ഷൻ അല്ലെങ്കിൽ ഓർ എന്ന് പറഞ്ഞാൽ അവിടെ ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യുമ്പം പി ക്യൂ പി ഓർ ക്യൂ രണ്ടും ട്രൂ ആകാം, ട്രൂ ഫോൾസ് ആകാം, ഫോൾസ് ട്രൂ ആകാം. ഇത് ഞാൻ വെറുതെ ഒരു ഓർഡർ ഒന്നുമില്ല, എങ്ങനെ വേണേലും എഴുതാം. ഓർ വരുമ്പം എനി വൺ ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ ആണ്. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ ആകും. അപ്പൊ ഇഫ് ആൻസർ പറഞ്ഞേ ഏതേലും ഒന്ന് ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ ആകും. പറ ഇവിടെ മൈക്ക് ഓൺ ചെയ്ത് ആർക്കും ആൻസർ പറയാം. ഇത് നിങ്ങളുടെ പേഴ്സണൽ ക്ലാസ് ആണ്, എന്നോട് എന്ത് സംശയവും ചോദിക്കാം. പറഞ്ഞേ ഏതേലും ഒന്ന് ട്രൂ ആണെങ്കിൽ ഉത്തരം ട്രൂ ആയി. ഓറില് ഫസ്റ്റ് ട്രൂ. ആ ശരിയാ. ട്രൂ ട്രൂ ഫോൾസ്. കറക്റ്റ്. ഫോൾസ് കറക്റ്റ്. അപ്പൊ അതില് ഈ രണ്ട് ട്രൂത്ത് ടേബിൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടതാണ്. ആൻഡും ഓറും. കൺജങ്ഷൻ പിന്നെ രണ്ടാമത് പഠിച്ച് ഡിസ്ജങ്ഷൻ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞേ ഈ പേജിൽ. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിളിന്റെ ആൻസർ എത്രയാ? ഇതിന്റെ ആൻസർ എഴുതിയിരിക്കുന്ന നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന എക്സാമ്പിളിന്റെ ഇത് ഓർ വെച്ച് പറഞ്ഞ് പി ഓർ ക്യൂ ഇതിന്റെ ആൻസർ. ഡിസ്ജങ്ഷൻ. അതെ, അതിന്റെ ആൻസർ ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസും അല്ലേ? ട്രൂ. കറക്റ്റ്. ട്രൂ വന്നത് കറക്റ്റ് ആണ്. ട്രൂ വന്നത് ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ ആണ്. ഓക്കെ. ഇത് രണ്ട് ട്രൂത്ത് ടേബിൾ ആണ്. അടുത്തതാണ് കണ്ടീഷണൽ. കണ്ടീഷണൽ തേർഡ്. കണ്ടീഷണൽ. കണ്ടീഷണൽ അതിന്റെ വേറെ പേരാണ് ഇഫ് ദെൻ. ഇഫ് ദെൻ ഇതാണ് സിമ്പിൾ. ഇഫ് ദെൻ. കണ്ടീഷണൽ അല്ലെങ്കിൽ ഇഫ് ദെൻ അതാണ് കണ്ടീഷൻ. ഇതിനകത്ത് ഈ നമ്മൾ ഈ ചെയ്യുന്ന ട്രൂത്ത് ടേബിൾ പഠിച്ചാൽ ഇതില് 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ട്രൂത്ത് ടേബിൾ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. പി കണ്ടീഷണൽ ക്യൂ. ഇഫ് പി then ക്യൂ ആണ്. ഇഫ് പി then ക്യൂ. ഇവിടെയും രണ്ടും ട്രൂ വരാം, ട്രൂ ഫോൾസ് വരാം, ഫോൾസ് ട്രൂ വരാം, രണ്ടും ഫോൾസ് വരാം. ഇതിലൊരു പ്രത്യേകതയുണ്ട്. കുറച്ചു മുമ്പ് നമ്മൾ ചെയ്തപ്പം ട്രൂ ഫോൾസും ഫോൾസ് ട്രൂവും ഒരേ കേസിലായിരുന്നു. ഏതെങ്കിലും ഒന്ന് ട്രൂ വന്നാൽ ആൻസർ ട്രൂ ആയിരിക്കും. പക്ഷെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഫസ്റ്റ് ട്രൂവും സെക്കൻഡ് ഫോൾസും വന്നാൽ മാത്രം ആൻസർ ഫോൾസ് ആകത്തുള്ളൂ. ഫസ്റ്റ് ട്രൂ സെക്കൻഡ് ഫോൾസ് വന്നാൽ ആൻസർ എപ്പോഴും ഫോൾസ്. ഇഫ് പി then ക്യൂ ആണ്. ബാക്കി എല്ലാ വാല്യൂം ട്രൂ ആണ്. ഈ ഒരു കേസിൽ മാത്രം ആദ്യത്തെ വാല്യൂ ട്രൂവും രണ്ടാമത്തെ വാല്യൂ ഫോൾസും ആണെങ്കിൽ ആൻസർ എപ്പോഴും ഫോൾസ് ആണ്. ഇവിടെ ടി എഫും എഫ് ടിയും രണ്ടായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ട്രൂവും സെക്കൻഡ് ഫോൾസും വന്നാൽ മാത്രം ആൻസർ ഫോൾസ്. ഇതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. അല്ലെ ഇഫ്
then statement. ഇതെന്റെ ട്രൂത്ത് ടേബിൾ. അടുത്തതാണ് ബൈ കണ്ടീഷണൽ. ബൈ കണ്ടീഷണൽ. ബൈ കണ്ടീഷണൽ അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇതാണ് കണ്ടീഷണൽ. ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ബൈ കണ്ടീഷണൽ അല്ല ഇഫ് ആൻഡ് ഓൺലി ഇഫ്. പി ക്യൂ പി ബൈ കണ്ടീഷണൽ ക്യൂ. പി ബൈ കണ്ടീഷണൽ ക്യൂ രണ്ടും ട്രൂ ആകാം. ഇതില് ബൈ കണ്ടീഷണൽ അല്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫില് രണ്ട് വാല്യൂം സെയിം ആണെങ്കിൽ ആൻസർ എപ്പോഴും ട്രൂ ആണ്. രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ ട്രൂ. രാഗിത മിസ് ഉണ്ടോ ഇതില്? രാഗിത മിസ് ഉണ്ട് കേക്കുന്നുണ്ടാ? ആൻസർ പറഞ്ഞേ. ഹലോ, ആഷ്ന ആൻസർ പറഞ്ഞ ഇതില് രണ്ടും കേക്കാം. അതെ പറയുന്ന കേട്ടു. അതായത് ഫസ്റ്റിലും ലാസ്റ്റിലും ട്രൂ, ബാക്കി രണ്ട് കണ്ടീഷൻ ഫോൾസും, അങ്ങനാണോ? ഫസ്റ്റും ട്രൂ, ഞാൻ സോറി കേട്ടോ, ഞാൻ ഇപ്പോഴാണ് വൈഫൈ കണക്ട് ചെയ്തത്. ഇപ്പോഴായിരിക്കും നെറ്റ് ഒന്ന് സ്മൂത്ത് ആയിട്ട് വന്നത്. ഇപ്പൊ ഓക്കെ. അപ്പൊ ഇതില് ഈ 4 എണ്ണമാണ് ട്രൂത്ത് ടേബിൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, നെഗേഷൻ. നെഗേഷൻ ഈ സിമ്പലും ഇതും നെഗേഷന്റെ സിമ്പലാണ്. ഇത് രണ്ടും നെഗേഷൻ ആണ്. പി നെഗേഷൻ പി. ട്രൂ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫോൾസ്. ഫോൾസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രൂ. ഇതിനകത്ത് ആകെ നമ്മൾ 5 ട്രൂത്ത് ടേബിളെ പഠിച്ചിട്ടുള്ളൂ. ആൻഡ്, ഓറ്, കണ്ടീഷണൽ, ബൈ കണ്ടീഷണൽ, നെഗേഷൻ. ഇത്രയാണ് നമ്മൾ പഠിച്ച ട്രൂത്ത് ടേബിൾ. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇതിലെ ഏതൊരു ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്ന ട്രൂത്ത് ടേബിൾ. ഏതേലും കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ടേ പറഞ്ഞേ. എടുക്കുന്ന ക്ലാസ്സിൽ എന്ത് സംശയം എന്നോട് ചോദിക്കാൻ പറയൂ. ബൈ കണ്ടീഷണൽ ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയോ? സ്റ്റെക്ക് ആയിരുന്നു അത്. ബൈ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് സെയിം ആണെങ്കിൽ, രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ ആകും, രണ്ടും ഫോൾസ് ആണെങ്കിലും ട്രൂ. രണ്ടും സെയിം ആണെങ്കിൽ മാത്രം ആൻസർ ട്രൂ, ബാക്കിയെല്ലാം ഫോൾസ്. ഓക്കെ, താങ്ക് യു. പിന്നെ അടുത്തത്, ഇത് വെച്ചിട്ട് ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുത്. കൺസ്ട്രക്ട് ദി ട്രൂത്ത് ടേബിൾ ഫോർ. കൺസ്ട്രക്ട് ദി ട്രൂത്ത് ടേബിൾ. കൺസ്ട്രക്ട് ദി ട്രൂത്ത് ടേബിൾ ഫോർ. കൺസ്ട്രക്ട് ദി ട്രൂത്ത് ടേബിൾ ഫോർ negation of negation P or negation Q. Negation of negation P or negation Q. ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ നോക്കേണ്ടത് ഇതിൽ എത്ര വേരിയബിൾ ഉണ്ടെന്ന് നോക്കണം. സ്മോൾ ലെറ്ററിലോ ക്യാപിറ്റൽ ലെറ്ററിലോ വേരിയബിൾ കൊടുക്കാം. നിങ്ങൾക്ക് 3 വേരിയബിൾ വരെയുള്ള ക്വസ്റ്റ്യൻ വരും. P, Q, R വരെയുള്ളത് വരും. 2 വേരിയബിളേ ഉള്ളൂ എങ്കിൽ ആ 2 വേരിയബിൾ, ഇപ്പൊ P ഉണ്ട്, Q ഉണ്ട്. ഇതില് നമ്മളിപ്പോ പഠിച്ചതുപോലെ വാല്യൂസ് രണ്ടും ട്രൂ ആകാം, ട്രൂ ഫോൾസ് ആകാം, ഫോൾസ് ട്രൂ ആകാം, രണ്ടും ഫോൾസ് ആകാം. ഇതിനകത്ത് നോക്കുക,
ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യണം. നെഗേഷൻ പി ഉണ്ട്, നെഗേഷൻ ക്യൂ ഉണ്ട്, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഓർ എടുക്കണം. ഈ ബ്രാക്കറ്റിനകത്തെ ചെയ്തിട്ട് വേണം വെളിയിലത്തെ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ. അപ്പൊ നെഗേഷൻ പിയുടെ ഒരു കോളം, നെഗേഷൻ ക്യൂവിന്റെ ഒരു കോളം, പിന്നെ ഇത് തമ്മിൽ ഓർ, നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ വേണം. ലാസ്റ്റിലാണ് ഇതിന്റെ നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ, നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. ഇവിടെ നോക്കാം, ഈ നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ പി എഴുതിയിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ്, പിയുടെ ഓപ്പോസിറ്റ്, പിയുടെ ഓപ്പോസിറ്റ് ട്രൂ ആണേ ഫോൾസ്, ഫോൾസ് ആണേ ട്രൂ. ഒന്ന് പറഞ്ഞേ പിയുടെ ഓപ്പോസിറ്റ്, ഓരോന്നും പറ. എഫ് ഫോൾസ്, ടി ടി കറക്റ്റ്. ക്യൂവിന്റെ ക്യൂ ക്യൂ, എഫ് ടി എഫ് ടി. ഓർ, ഈ രണ്ട് കോളവും കൂടി ഓർ, ഓർക്കണം. എനി വൺ ട്രൂ വന്നാൽ ആൻസർ ട്രൂ ആണ്. പറ ഇത് തമ്മിൽ ഓർ. ഫസ്റ്റ് ഫോൾസ്, ആ ബാക്കിയെല്ലാം ട്രൂ. ബാക്കിയെല്ലാം ട്രൂ കറക്റ്റ്. ഈ എഴുതിയിരിക്കുന്ന കോളത്തിന്റെ വെളിയിൽ ഒരു നെഗേഷൻ ഉണ്ടെങ്കിൽ ഈ ആൻസർ, ഈ എഴുതിയിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ, ഇതിന്റെ ഓപ്പോസിറ്റ്. ഫോൾസിന്റെ ഓപ്പോസിറ്റ് ട്രൂ, ട്രൂവിന്റെ ഓപ്പോസിറ്റ് ഫോൾസ്, ഫോൾസ്. കറക്റ്റ്. ഇതാണ് അവിടുത്തെ ആൻസർ. ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെയാണോ പറയുന്നത് അത് നമ്മൾ ഓരോ കോളമായിട്ട് ചെയ്ത് ലാസ്റ്റ് ബ്രാക്കറ്റിനകത്ത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത്, ഇത് നെഗേഷൻ ആയിരുന്നു, നെഗേഷൻ വെച്ച് ചേർത്തെഴുതി. അതാണ് അവിടുത്തെ ആൻസർ. ഇപ്പൊ പി കണ്ടീഷണൽ ക്യൂ ആൻഡ് ക്യൂ കണ്ടീഷണൽ പി, ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യാൻ പി കണ്ടീഷണൽ ക്യൂ ആൻഡ് ക്യൂ കണ്ടീഷണൽ പി. അപ്പോഴും രണ്ട് വേരിയബിളേ ഉള്ളൂ, പിയും ക്യൂ. പിയും ക്യൂവും രണ്ട് വേരിയബിൾ, പി ഉണ്ട് ക്യൂ ഉണ്ട്. പിന്നെ ഓരോ ബ്രാക്കറ്റും സെപ്പറേറ്റ് ചെയ്യണം. പി കണ്ടീഷണൽ ക്യൂ ഒരു ബ്രാക്കറ്റ്, ക്യൂ കണ്ടീഷണൽ പി അടുത്ത ബ്രാക്കറ്റ്, പി കണ്ടീഷണൽ ക്യൂ ആൻഡ് ക്യൂ കണ്ടീഷണൽ പി. ഇത്രയും ഓരോന്ന് സെപ്പറേറ്റ്. പി കണ്ടീഷണൽ ക്യൂ വേണം, ക്യൂ കണ്ടീഷണൽ പി വേണം. ലാസ്റ്റ് ഇത് തമ്മിൽ ആൻഡ് കണക്ട് ചെയ്യണം. രണ്ടും ട്രൂ ആകാം, ട്രൂ ഫോൾസ് ആകാം, ഫോൾസ് ട്രൂ ആകാം, രണ്ടും ഫോൾസ് ആണ്. എന്നിട്ട് പഠിച്ചത് വെച്ച് ഓർക്കണം, കണ്ടീഷണൽ ആവുമ്പം ഫസ്റ്റ് ട്രൂവും സെക്കൻഡ് ഫോൾസും വരുമ്പോ മാത്രമേ ഫോൾസ് ഉള്ളൂ. ഫസ്റ്റ് ടി സെക്കൻഡ് ഫോൾസ് വന്നാൽ മാത്രം ഫോൾസ്, ബാക്കിയുള്ള എല്ലാം ട്രൂ ആണ്, ബാക്കിയുള്ളത് ട്രൂ. ക്യൂ കണ്ടീഷണൽ പി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട്, ക്യൂവിൽ നിന്നും പിയിലോട്ട് നോക്കണം. ക്യൂ ടു പി, ക്യൂ വേണം ആദ്യം, പി രണ്ടാമത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഫസ്റ്റ്, അതൊന്ന് പറയാമോ നോക്കിയേ. ഫസ്റ്റ് ക്യൂ സെക്കൻഡ് പി, ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി പറ. ഇത് ട്രൂ. ആ ഒരു ട്രൂ. ആ കറക്റ്റ്. പിന്നെ ഫോൾസ്, ഫോൾസ് ട്രൂ. ട്രൂ. ഡൗട്ട് വരരുത് നോക്ക്. ക്യൂ കണ്ടീഷണൽ പി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ട്രൂ, രണ്ടാമത്തെ ഫോൾസ്. ഇങ്ങോട്ടാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ട്രൂ സെക്കൻഡ് ഫോൾസ് വന്നാൽ ആൻസർ ഫോൾസ്. പിന്നെ ഈ രണ്ട് കോളവും കൂടി ആൻഡ്, ഈ രണ്ട് കോളവും കൂടി ആൻഡ് എടുക്കുമ്പം ആൻഡിൽ അറിയാം രണ്ടും ട്രൂ വന്നാൽ മാത്രമേ ആൻസർ ട്രൂ ഉള്ളൂ. ഇത് രണ്ടും കൂടെ, രണ്ടും ട്രൂ വന്നാൽ മാത്രം ട്രൂ.
അപ്പൊ ട്രൂ. ബാക്കി false, ഫോൾസ്, true, ആ കറക്റ്റ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടായിരത്തി 2020 ഒരു ക്വസ്റ്റ്യൻ എഴുതുക. കൺസ്ട്രക്ട് ദി ട്രൂത്ത് ടേബിൾ. കൺസ്ട്രക്ട് ദി ട്രൂത്ത് ടേബിൾ. നെഗേഷൻ P or Q. Negation P or Q and P or R. Negation P or Q and P or R. P or R. എത്ര വേരിയബിൾ ആണെന്ന് നോക്കണം. P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്. 3 വേരിയബിൾ. P, Q, R. 3 വേരിയബിൾ. P, Q, R. 3 വേരിയബിൾ ആണ്. പിയും ക്യൂവും ആറും 3 വേരിയബിളേ ഉള്ളൂ. ഇപ്പൊ 2 ട്രൂത്ത് വാല്യൂസേ ഉള്ളൂ, ട്രൂവും ഫോൾസും. വേരിയബിൾ അനുസരിച്ച് അതിന്റെ എണ്ണം ഇങ്ങനെയാണ് എടുക്കാം. 2 ട്രൂത്ത് വാല്യൂസേ ഉള്ളൂ. അപ്പൊ പിയും ക്യൂവും. അപ്പൊ 2 എത്ര വേരിയബിൾ ആണോ അതാണ് പവർ ആയിട്ട് വരുന്നത്. 2 3 8. അങ്ങനെ 8 റോയാണ് വരിക. 4 വേരിയബിൾ ആണ്. പി ക്യു ആർ എസ് ആണെങ്കിൽ 2n ആണ് അതിന്റെ ഫോം. അപ്പൊ 2/4 16 റോ വരും. 2 എണ്ണേ ഉള്ളൂ പിയും ക്യൂ. അതുകൊണ്ടാണ് 2/2 4 റോയിൽ നമ്മൾ ഇത്രയും ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ 8 റോ ഫോം ചെയ്യാം. 3 ട്രൂ വരാം, 3 ഫോൾസ് വരാം, 2 ട്രൂ 1 ഫോൾസും വരാം. അങ്ങനെ 8 റോയെ ഇവിടെ വരുവുള്ളൂ. 3 വാല്യൂസും ട്രൂ ആണ് ആകാം, 2 ട്രൂ 1 ഫോൾസും ആകാം, അല്ലെ 2 ഫോൾസും 1 ട്രൂ ആകാം, TFT ആകാം, FTF ആകാം, പിന്നെ FTT ആകാം, FTT ആകാം. എഴുതിയിട്ടുണ്ടോ? ഇല്ല. TFF ആകാം. 3 ഫോൾസ് ആകാം. 8 റോ ഉണ്ടോന്ന് എണ്ണി നോക്കിയേ. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോന്ന് നോക്കണം. ഇത് എങ്ങോട്ട് വേണേലും എങ്ങനെ വേണേലും എഴുതാം. അപ്പൊ 8 റോ വന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആദ്യം നെഗേഷൻ P കാണണം. പിയുടെ ഓപ്പോസിറ്റ് നെഗേഷൻ പിയുടെ ഓപ്പോസിറ്റ്. ഇവിടെ എന്താണോ എഴുതിയ അതിന്റെ കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് വേണം നെഗേഷൻ പിയിൽ എഴുതാൻ. 2 ട്രൂ ആണ്. അപ്പൊ ഇവിടെ 2 ഫോൾസ്. FT അപ്പൊ ഇവിടെ TF, FF അപ്പൊ ഇവിടെ TT, TF അപ്പൊ FT. ഇത്രയാണ് നെഗേഷൻ P. ആദ്യത്തെ നെഗേഷൻ P എഴുതി. പിന്നെ നെഗേഷൻ P ഓർ Q ചെയ്തേ. നെഗേഷൻ P ഓർ Q. ഈ നെഗേഷൻ പിയും ക്യൂവും കൂടി ഓർ കണക്ട് ചെയ്ത് എഴുതണം. ഓർ നെഗേഷൻ പിയും ക്യൂവും കൂടി ഈ 2 എണ്ണം നെഗേഷൻ പിയും ക്യൂവും, നെഗേഷൻ പിയും ക്യൂവും. പറഞ്ഞ ആരേലൊക്കെ ഉത്തരം പറ. തെറ്റുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. പറയും. നെഗേഷൻ P ഓർ Q. ട്രൂ അല്ല ടി. ട്രൂ. true, True. ആ ട്രൂ. True. true, False. false, ട്രൂ. True. true, True. true, False. False. false, True. false. കറക്റ്റ്. P ഓർ R. അടുത്തത് പിയും ആറും കൂടെ നോക്ക്. P ഓർ R. പിയും ആറും കൂടെ ഓർ ആണ്. P ഓർ R. P ഓർ R. പിയും ആറും ഓർ ആണ്. അവിടെയും ട്രൂ. TF വരുമ്പോഴും ട്രൂ, FT വരുമ്പോഴും ട്രൂ, TT വരുമ്പോഴും ട്രൂ, FF വരുമ്പോഴും F,
എഫ് ടി വരുമ്പം ട്രൂ, ടി എഫ് വരുമ്പോഴും ടി, എഫ് എഫ് വരുമ്പോ എഫ്. പി ഓർ ആർ, പി ഓർ ആർ. ഈ രണ്ട് ഓരോ ബ്രാക്കറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് തമ്മിൽ ആൻഡ് എടുക്കണം. നെഗേഷൻ പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ. നെഗേഷൻ പി ഓർ ക്യൂവും ഇത് രണ്ടും, ഈ രണ്ടെണ്ണം തമ്മിൽ ആൻഡ് കണക്ട് ചെയ്യുമ്പം രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻസർ ട്രൂ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഫോൾസ് ആണ്. രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ. ആ True. True. ആ False. False. True. False. ആ False. കറക്റ്റ്. 4 മാർക്കിൽ കൂടുതലാണ് ഈ ഒരു ക്വസ്റ്റിന് 3 വേരിയബിൾ കണക്ട് ചെയ്ത് വന്നാല്. ഇതേ മോഡൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ PDF തരാം. അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്തു നോക്കണം. ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുകയും വേണം. ഇങ്ങനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഇത് ടോട്ടോളജി ആണോ കോൺട്രഡിക്ഷൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഒരു ട്രൂത്ത് ടേബിളിന്റെ വാല്യൂസ് അല്ലെ ഫൈനൽ ആൻസർ എല്ലാ വാല്യൂസ് ഈ കിട്ടുന്ന ആൻസർ ഫുള്ള് ട്രൂ ആണെങ്കിൽ അതിന്റെ പേരാണ് ടോട്ടോളജി. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ ടോട്ടോളജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കോളംസിലെ വാല്യൂസ് എല്ലാം, ഈ വാല്യൂസിന്റെ വേറൊരു പേരാണ് എൻട്രീസ്. ഫൈനൽ എൻട്രീസ് ഫുള്ള് ട്രൂ ആണെങ്കിൽ ഫൈനൽ വാല്യൂസ് എല്ലാം അല്ലെ ഫൈനൽ എൻട്രീസ് എല്ലാ വാല്യൂസും ട്രൂ ആണെങ്കിൽ അതാണ് ടോട്ടോളജി. അതേപോലെ തന്നെ വേറൊരു പേരാണ് കോൺട്രഡിക്ഷൻ. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസും ഫോൾസ് കിട്ടണം. നമ്മളിനി ഗ്രാഫ് തിയറി കോൺട്രഡിക്ഷൻ വേറൊരു പേര് പഠിക്കും. ഇത് നമ്മൾ പ്രൊപ്പോസിഷനകത്ത് ട്രൂത്ത് ടേബിളിൽ കോൺട്രഡിക്ഷൻ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാ വാല്യൂസും ഫോൾസ് വന്നാൽ അത് കോൺട്രഡിക്ഷൻ ആണ്. പിന്നെ ഫെല്ലാസി എന്ന് പറയുന്ന ഒരു വേർഡ്, അതില് ഇപ്പൊ 4 റോ ഉണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം ഫോൾസ്, ബാക്കിയുള്ള എല്ലാം ട്രൂ ആയിരിക്കണം. 8 എണ്ണം ആണെങ്കിൽ അവിടെ ഒരെണ്ണം മാത്രം ഫോൾസും ബാക്കി 7 എണ്ണവും ട്രൂ വരണം. അതായത് എനി വൺ എൻട്രി ഈസ് ഫോൾസ്. ഏതെങ്കിലും ഒരെണ്ണം, എനി വൺ എൻട്രി ഈസ് ഫോൾസ്. ഒരെണ്ണം മാത്രം ഫോൾസ്, ബാക്കിയുള്ള എല്ലാം ട്രൂ വന്നാൽ അതാണ് ഫെല്ലാസി. ഇപ്പൊ ക്വസ്റ്റ്യൻ വരുവാണ്, ക്വസ്റ്റ്യൻ ഒരു ടോട്ടോളജി ചെയ്ത് നോക്കാം. ഷോ ദാറ്റ് ദി പ്രൊപ്പോസിഷൻ P or Q biconditional Q or P biconditional Q or P is a tautology. ട്രൂത്ത് ടേബിൾ ചെയ്ത് ടോട്ടോളജി ആണെന്ന് ചെക്ക് ചെയ്ത് കാണിക്കണം. എല്ലാ വാല്യൂസും ട്രൂ ആണെന്ന് കിട്ടണം. 2 വേരിയബിൾ ആണ് പിയും ക്യൂ. PQ ചെയ്യാൻ പറ്റുന്നവര് ചെയ്ത് ടോട്ടോളജി ആണോന്ന് കിട്ടണം ആൻസർ. രണ്ട് വാല്യൂ ട്രൂ ആകാം, ട്രൂ ഫോൾസ് ആകാം, ഫോൾസ് ട്രൂ ആകാം, അല്ലെ രണ്ടും ഫോൾസ് ആകാം.
P or Q, P or Q. Any one true ആണെങ്കിൽ ആൻസർ ട്രൂ ആയി. Q or P, Q or P. തിരിച്ച് അത് എനി വൺ ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ ആയി. P or Q, ബൈ കണ്ടീഷണൽ Q or P, ബൈ കണ്ടീഷണൽ Q or P. ഈ രണ്ട് കോളം ബൈ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂം സെയിം ആണെങ്കിൽ ആൻസർ ട്രൂ ആയി. രണ്ട് സെയിം ആണെങ്കിൽ ആൻസർ ട്രൂ. അപ്പൊ നോക്കിയപ്പം എല്ലാ വാല്യൂസും ട്രൂ ആണെങ്കിൽ അതിന്റെ പേരാണ് ടോട്ടോളജി. അപ്പൊ നമ്മൾ പറയും therefore it is a tautology. ഇത് ട്രൂത്ത് ടേബിൾ അല്ലാതെയും ചെയ്യാം കേട്ടോ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ലോ വെച്ചിട്ട് ചെയ്യാം. കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, അങ്ങനെ പല പല ലോ പഠിച്ചിട്ട് അതിൽ നിന്ന് ചെയ്യാം. അപ്പൊ അത് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിൾ എന്ന് പറയും. അപ്പൊ നമ്മൾ രണ്ട് രീതിയിലും പഠിക്കണം. ട്രൂത്ത് ടേബിൾ അല്ലാതെ ട്രൂത്ത് ടേബിൾ വഴിയും പഠിക്കണം. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ വരും. അടുത്തത് P and Q and negation of P or Q. Show that ഇത് എഴുത്. It is a contradiction. It is a contradiction എഴുത്. P and Q and negation of P or Q is a contradiction. Contradiction ചെയ്തേ. എല്ലാ വാല്യൂ ഫോൾസ് ആയിരിക്കണം. P, Q, P and Q അത്രയും ഒരെണ്ണമായി. പിന്നെ ഇവിടെ P or Q, negation of P or Q, ഇത്രയും വരെയായി. ഇത് തമ്മിൽ ആൻഡ് എടുക്കണം. P and Q and negation of P or Q, negation of P or Q. ട്രൂ വരാം, രണ്ടും ഫോൾസ് വരാം, അല്ലെ ട്രൂ ഫോൾസ് വരാം, അല്ലെ ഫോൾസ് ട്രൂ വരാം. എങ്ങനെ വേണേലും കണക്ട് ചെയ്യാം. ബാക്കി ഫില്ല് ചെയ്തേ. ഫൈനൽ ആൻസർ ഫുള്ള് ഫോൾസ് വരുമോ എന്ന് നോക്കിയിട്ട് പറയും. ആൻഡ് ആയതുകൊണ്ട് രണ്ടും ട്രൂ വന്നാലേ ആൻസർ ട്രൂ ഉള്ളൂ, ബാക്കിയെല്ലാം ഫോൾസ്. ഓർ ആണെങ്കിൽ എനി വൺ ട്രൂ ആണെങ്കിൽ ആൻസർ ട്രൂ, ഫോൾസ്. ഈ പി ഓർ ക്യൂവിന്റെ ഓപ്പോസിറ്റ് 3 ട്രൂ ആണ്, ഓപ്പോസിറ്റ് 3 ഫോൾസ്, 1 ട്രൂ. പി ആൻഡ് ക്യൂ, നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആൻഡ് ആണ് എടുക്കേണ്ടത്. ആൻഡ് ആവുമ്പം രണ്ടും ട്രൂ വന്നാൽ ഉത്തരം ട്രൂ. ട്രൂ ഫോൾസ് വരുമ്പോ ഫോൾസ്, 2 ഫോൾസ് വരുമ്പോഴും ഫോൾസ്. Contradiction. എന്തോ ഞാൻ കേട്ടില്ല. പറഞ്ഞ എന്തായിരുന്നു? സംശയമായിരുന്നു. ക്ലിയർ ആയോ നോക്കിക്കേ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. Okay, clear ആണ്. ഓക്കെ. അടുത്തതാണ് ലോജിക്കൽ ഇക്വലൻസ്. ലോജിക്കൽ ഇക്വലൻസ്. ലോജിക്കൽ ഇക്വലൻസ്. ലോജിക്കൽ ഇക്വലൻസ്.
ലോജിക്കൽ ഇക്വലൻസ്. ലോജിക്കൽ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ P ഈസ് ലോജിക്കലി ഇക്വലന്റ് ടു എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് സിമ്പൽ. കണ്ടീഷണൽ ആണെങ്കിൽ ഒരു വരയേ ഉള്ളൂ. ഇത് ലോജിക്കലി ഇക്വലന്റ് അല്ലെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. ഇതും ലോജിക്കലി ഇക്വലന്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ലോജിക്കലി ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ അതില് ഒന്നുകിൽ അതിന്റെ മീനിങ് P ഈസ് ലോജിക്കലി ഇക്വലന്റ് ടു Q എന്ന് പറഞ്ഞാൽ P കണ്ടീഷണൽ Q ടോട്ടോളജി ആണെന്ന് ഒരു മെത്തേഡിൽ പ്രൂവ് ചെയ്യാം. ടോട്ടോളജി P ഈസ് ഇക്വലന്റ് ടു Q എന്ന് പ്രൂവ് ചെയ്യാൻ P കണ്ടീഷണൽ Q ടോട്ടോളജി ആണെന്ന് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ വഴി എടുക്കുമ്പം പിയുടെ അതേ വാല്യൂസ് തന്നെ ക്യൂവിന്റെയും കോളത്തിൽ കിട്ടിയാൽ അത് ഇക്വലന്റ് ആണ്. പിയുടെ വാല്യൂസ് 2 ട്രൂവും 2 ഫോൾസും ആണെങ്കിൽ അത് തന്നെ ക്യൂവിനും കിട്ടണം, 2 ട്രൂവും 2 ഫോൾസും. അതാണ് ലോജിക്കലി ഇക്വലന്റ്. ലോജിക്കലി ഇക്വലന്റ് ഒന്നുകൂടെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നെഗേഷൻ ഓഫ് P ആൻഡ് Q എന്ന് പറഞ്ഞാൽ ഇത് ലോജിക്കലി ഇക്വലന്റ് ടു ഈ നെഗേഷൻ അകത്തോട്ട് കൊടുക്കുമ്പോ, നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ്, ഇത് അകത്തോട്ട് കൊടുക്കുമ്പം ആൻഡ് എല്ലാം ഓറും ആകും, ഓർ എല്ലാം ആൻഡും ആകും. അപ്പൊ ഈ വാല്യൂ നെഗേഷൻ P ആൻഡിന്റെ ഓപ്പോസിറ്റ് ഓർ നെഗേഷൻ Q. ഇത് രണ്ടും ഇക്വലന്റ് ആണെന്ന് സ്റ്റേറ്റ്മെന്റ് തന്നു. നെഗേഷൻ ഓഫ് P ഓർ Q വന്നാൽ ലോജിക്കലി ഇക്വലന്റ് ടു നെഗേഷൻ P ഓറിന്റെ ഓപ്പോസിറ്റ് ആൻഡ് നെഗേഷൻ Q. നെഗേഷൻ P ഓറിന്റെ ഓപ്പോസിറ്റ് ആൻഡ് ആണ് നെഗേഷൻ Q. ഈ ലോയുടെ പേര് നിങ്ങൾ സെറ്റിനകത്ത് പഠിക്കുന്നുണ്ട്. നേരത്തെ ഒരുപാട് നാളിന് മുമ്പ് സെറ്റ് തിയറി. അന്നേരം നമ്മൾ ഈ നെഗേഷൻ വരും കോംപ്ലിമെന്റ് എന്നാണ് പഠിക്കുക. കോംപ്ലിമെന്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ഇതിന്റെ പേരാണ് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ. അപ്പൊ ഇവിടെ ഡി മോർഗൻസ് ലോ വെച്ചിട്ട് വേരിഫൈ ചെയ്യാൻ പറയുമ്പം ഇതിനകത്ത് ഈ ലെഫ്റ്റിലെ അതേ വാല്യൂ തന്നെ റൈറ്റ് സൈഡിലും കിട്ടണം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. P Q വലിയ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരുമ്പം ചേരിച്ചു വെച്ച് വേണം ചെയ്യാൻ. കാരണം ഒറ്റ ഇതിൽ അങ്ങ് മൊത്തത്തിൽ പോകും. പിയും ക്യൂവും P ആൻഡ് Q പിന്നെ അതിന്റെ നെഗേഷൻ P ആൻഡ് Q. ഇത്രയാണ് ഒരു സൈഡ്. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS. അത്രയും ചെയ്തേ. ഫസ്റ്റിന്റെ LHS വരെ ചെയ്യണം. LHS ഫസ്റ്റ് ക്വസ്റ്റിന്റെ LHS. രണ്ടും ട്രൂ വരാം, ട്രൂ ഫോൾസ് വരാം, ഫോൾസ് ട്രൂ വരാം, രണ്ടും ഫോൾസ് ആകാം. ആൻഡ് ഇവിടെ മാത്രമേ ട്രൂ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം ഫോൾസ് ആണ്. അതാണ് P ആൻഡ് Q വരുന്നത്. P ആൻഡ് Q. ഈ എഴുതിയ കോളത്തിന്റെ ഓപ്പോസിറ്റ് അതാണ് നെഗേഷൻ. ഇതിന്റെ ഓപ്പോസിറ്റ് ട്രൂവിന്റെ ഓപ്പോസിറ്റ് ഫോൾസ്, ഫോൾസിന്റെ ഇത് ട്രൂ, ഇവിടെയും ട്രൂ. ലെഫ്റ്റ് സൈഡ് കിട്ടി. ഇനി ഇവിടെ നെഗേഷൻ P, നെഗേഷൻ Q. നെഗേഷൻ P or നെഗേഷൻ Q. നെഗേഷൻ P or നെഗേഷൻ Q. ഇതാണ് RHS, റൈറ്റ് ഹാൻഡ് സൈഡ്. നെഗേഷൻ P or നെഗേഷൻ Q. പിയുടെ ഓപ്പോസിറ്റ് രണ്ട് ട്രൂ ഓപ്പോസിറ്റ്, രണ്ട് ഫോൾസ്, രണ്ട് ഫോൾസിന്റെ ഓപ്പോസിറ്റ്, രണ്ട് ട്രൂ. ടിയുടെ ഓപ്പോസിറ്റ് ഫോൾസ്, ഫോൾസിന്റെ ഓപ്പോസിറ്റ് ട്രൂ, ട്രൂവിന്റെ ഓപ്പോസിറ്റ് ഫോൾസ്, ഫോൾസിന്റെ ഓപ്പോസിറ്റ് ട്രൂ.
ഓർ ആണ് ഓർ. എനി വൺ ട്രൂ വന്നാൽ ആൻസർ ട്രൂ ആണ്. അപ്പൊ ഇത് എഫ്, ഇത് ടി, ടി, ടി. അപ്പൊ നോക്കിയപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ എഫ് ടി 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 ആണ്, റൈറ്റ് സൈഡും അതുപോലെ തന്നെ എഫ് ടി ടി ടി. അപ്പൊ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്. എൽ എച്ച് എസും ആർ എച്ച് എസ് ഈക്വൽ ആയി. Therefore, negation of P and Q is equivalent to negation P or negation Q. ഇങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തെടുത്തത്. നോക്കിക്കേ, ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പഠിപ്പിച്ചതിൽ അയക്കാമേ, നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഇടാം, അയക്കാം. സെക്കൻഡ് ചെയ്യണം, സെക്കൻഡ് ചെയ്ത് നോക്കണം. ഇതേപോലെ തന്നെ സെക്കൻഡ് ചെയ്യണം. ലെഫ്റ്റ് റൈറ്റും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈക്വൽ അല്ലേ നമ്മുടെ മിസ്റ്റേക്ക് ആണെന്ന് ഓർക്കണം. കാരണം ഇങ്ങനെ തരുന്ന എല്ലാ ക്വസ്റ്റ്യനും ഈക്വലന്റ് ആയിരിക്കും. അടുത്തത് ഷോ ദാറ്റ് പി ഓർ ക്യൂ, ഷോ ദാറ്റ് പി ഓർ ക്യൂ and negation P is equivalent to negation P and Q. Negation P and Q. P or Q and negation P is equivalent to negation P and Q. ചെയ്ത് ഈ ലെഫ്റ്റും റൈറ്റും സെയിം ആണെന്ന് കിട്ടണം. ലെഫ്റ്റ് റൈറ്റ് സെയിം ആണെന്ന് കിട്ടണം. P വേണം, Q, P or Q വേണം. നെഗേഷൻ P വേണം, P or Q ആൻഡ് നെഗേഷൻ P. LHS, ഇതാണ് LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. നെഗേഷൻ P ആൻഡ് Q, ഇത് RHS. LHS RHS ഈക്വൽ ആണോ എന്ന് നോക്കുക. ബാക്കി ചെയ്യും. ഈക്വൽ ആണോ നോക്കുക. ലെഫ്റ്റിലെ അതേ വാല്യൂ തന്നെ റൈറ്റിലും വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ചെയ്തത് ശരിയാ. ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ. ബിജോ ആൻസർ പറയാമോ? ബിജോ പറ. പി ഓർ ക്യൂല് ഫസ്റ്റ് ട്രൂ, അടുത്ത ട്രൂ, ശരിയാ. ട്രൂ, ഫോൾസ്. ഫോൾസ്. ശരിയാ. നെഗേഷൻ P, നെഗേഷനോ പിയില് ഫാൾസ്, ട്രൂ. കറക്റ്റ്.
ഈ 2 കോളവും കൂടി ആൻഡ് പറ. ഈ 2 കോളം ആൻഡ്. ആദ്യം ഫാൾസ്. ആ. ഫാൾസ്. ട്രൂ. ട്രൂ. ഫാൾസ്. കറക്റ്റ്. ഇനി നെഗേഷൻ പിയും ക്യൂവും കൂടി. നെഗേഷൻ പിയും ക്യൂടെ ആൻഡ്. ആൻഡ്. ആ. ഫസ്റ്റ് ഫാൾസ് ആണ്. കറക്റ്റ്. അടുത്ത വരുന്ന ഫാൾസ്. ആ. അടുത്ത വരുന്ന ട്രൂ. കറക്റ്റ്. ഫാൾസ് ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ അതേ വാല്യൂ FF TF തന്നെ റൈറ്റ് സൈഡിലും വന്നു. അപ്പൊ അത് LHS is equal to RHS എന്നും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് എടുത്തെഴുതണം. അതാണ് ഇക്വലൻസ്. ലോജിക്കലി ഇക്വലന്റ് എന്ന് പറയും. ലോജിക്കലി ഇക്വലന്റ്. ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം, ചെയ്ത് നോക്കണം. ഇതാണ് ട്രൂത്ത് ടേബിളിന്റെ ഫോർമേഷനും ഇക്വലൻസും. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു സെക്ഷനായിട്ട് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല, ടൈം ലിമിറ്റഡ് ആണ്. അപ്പൊ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകും. അടുത്ത ഹെഡിങ് സെറ്റ് തിയറി. ഹെഡിങ് കൊടു, സെറ്റ് തിയറി. സെറ്റ് തിയറി. അപ്പൊ നമുക്ക് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ്. വെൽ ഡിഫൈൻഡ്, കൃത്യമായിട്ട് നിർവചിക്കപ്പെടാൻ പറ്റുന്ന ഒബ്ജക്ട്സിന്റെ കളക്ഷനാണ് സെറ്റ്. സെറ്റിനകത്ത് നമുക്ക് എന്ത് കാര്യവും കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സിന്റെ കളക്ഷൻ. ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് നമുക്ക് സെറ്റിനകത്ത് കൗണ്ട് ചെയ്യാം. പക്ഷെ നമുക്ക് അവരുടെ ബ്യൂട്ടി ഒരിക്കലും നമുക്ക് സെറ്റിൽ പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സിന്റെ കളക്ഷൻ. 2 രീതിയിലാണ് സെറ്റിന്റെ റെപ്രസെന്റേഷൻ. ഒന്ന് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡ്. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡ്. രണ്ടാമത് വേറെ മെത്തേഡ് കൂടെ ഉണ്ട്, സെറ്റ് ബിൽഡർ ഫോം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ്. ലെസ് ദാൻ 10. 10ൽ താഴെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ കളക്ഷൻ. പ്രത്യേകം ഓർക്ക്, സെറ്റിനകത്ത് നമ്മൾ ഈ ഒരു കേളി ബ്രാക്കറ്റ്, ഈ ഒരു ബ്രാക്കറ്റിനകത്ത് നമ്പേഴ്സിനെ അല്ലെ പറയുന്ന വാല്യൂസ്, അതിന്റെ പേരാണ് മെമ്പേഴ്സ് അല്ലെ എലമെന്റ്സ്. കോമായിട്ട് വേർതിരിച്ചെഴുതുന്നതാണ് ഈ സെറ്റിന്റെ പ്രത്യേകത. ഇപ്പൊ ഏതൊരു കാര്യം എഴുതിയാലും ക്യാപിറ്റൽ ലെറ്റർ A തൊട്ട് Z വരെ ഏതൊരു ലെറ്ററിലും വേണം സെറ്റ് ഡിനോട്ട് ചെയ്യാൻ. ഇപ്പൊ ഇവിടെ ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10ല് ഇതിനകത്ത് ഇങ്ങനെ സെന്റൻസ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് അതിന്റെ പേരാണ് സെറ്റ് ബിൽഡർ ഫോം. ഇങ്ങനെയും പറയാം, A is equal to സെറ്റ് ഓഫ് ഓൾ എക്സ്. ഈ കുത്തിന്റെ പേര് സച്ച് ദാറ്റ് എന്നാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ കളക്ഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10. ഇങ്ങനെ സെറ്റിനകത്ത് പറയാം. ഈവൻ നമ്പേഴ്സിന്റെ കളക്ഷൻ, ഈ എക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ഓരോ വാല്യൂ, ഇത് വായിക്കുന്ന ഇങ്ങനെയാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ കളക്ഷൻ ഓഫ് ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10. ഈ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ അതിന്റെ പേരാണ് സെറ്റ് ബിൽഡർ ഫോം. അത് കോമായിട്ട് വേർതിരിച്ചെഴുതുമ്പോൾ അതാണ് റോസ്റ്റർ ഫോം അല്ലെ ടാബുലർ ഫോം. 10ൽ താഴെയുള്ള ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടില്ല. 10ൽ താഴെയുള്ളത് 2, 4, 6, 8 ആണ്. ഇതാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ എടുത്തെഴുതുമ്പം. ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കാണ് എഴുതുന്നതെങ്കിൽ സെയിം മാർക്ക് തന്നെ പലർക്കും ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമേ നമ്മൾ സെറ്റിനകത്ത് എഴുതാവുള്ളൂ. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണമെന്ന് റൂൾ ഒന്നുമില്ല. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ
ചെറുത് തൊട്ട് വലുത് വരെയോ വലുത് തൊട്ട് ചെറുത് വരെയോ സെറ്റിനകത്ത് നമ്മൾ എഴുതാറുള്ളൂ. ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈ സെറ്റിനകത്ത് ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെന്റ്, സിമെട്രിക് ഡിഫറൻസ്, ഇങ്ങനെ കുറെ അതിന്റെ ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, റൈറ്റ് ഇൻ റോസ്റ്റർ ഫോം. റൈറ്റ് ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിലോട്ട് എഴുതണം. റൈറ്റ് ഇൻ റോസ്റ്റർ ഫോം. ക്വസ്റ്റ്യൻ ഇതാണ്, എ ഇസ് ഈക്വൽ ടു, ഇത് വായിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit, x is a 2-digit natural number. X is a 2-digit natural number such that the sum of its digits, such that the sum of its digits is 8. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കണം. ഇതിലെ ഓരോ വാല്യൂന്റെ പേരാണ് എക്സ്. അത് 2-digit നാച്ചുറൽ നമ്പർ ആയിരിക്കണം. രണ്ടൊക്കെ എണ്ണൽ സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 തൊട്ടാണ്. 10, 11 അങ്ങനെ 99 വരെയാണ് 2-digit നാച്ചുറൽ നമ്പർ വരുന്നത്. പിന്നെ ഒരു കാര്യം, സമ്മ് ആ 2 ഡിജിറ്റൂടെ കൂട്ടുമ്പം 8 വരണം. അങ്ങനെയുള്ളത് റോസ്റ്റർ ഫോമിലോട്ട് എഴുതണം. 2 ഡിജിറ്റൂടെ കൂട്ടുമ്പോ 8 വരണം. മനസ്സിൽ ഓർക്കുന്നൊക്കെ ഒന്ന് പറഞ്ഞ്, 2 കൂട്ടുമ്പം 8 വരണം. 2-digit ആയിരിക്കണം. ഒരെണ്ണം ഞാൻ പറയാം, 17. 1 7 കൂടെ കൂട്ടി 8 ആയി. അതുപോലെ പറഞ്ഞ് തിരിച്ചെഴുതാം, 71. 62. 52. എത്ര? 62. കറക്റ്റ്. തിരിച്ച് 26. 35. ഓക്കെ. 53. 44. കറക്റ്റ്. 80. തിരിച്ചെഴുതാൻ പറ്റത്തില്ല, 1 ഡിജിറ്റ് ആയി പോകും. ഇത്രയേ ഉള്ളൂ. ചെറുത് തൊട്ട് വലുത് വരെ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോ 17, 26, 35, 44, പിന്നെ 53, 62, 71, 80. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇനി പഠിക്കുന്ന സെക്ഷൻ. നമ്മളപ്പോ ഇന്ന് പഠിച്ചത് ഡിസ്ക്രീറ്റ് മാത്സിന്റെ ബേസിക് പ്രൊപ്പോസിഷൻ പഠിച്ചു, കണക്റ്റീവ്സ് പഠിച്ചു, ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യാൻ പഠിച്ചു, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു, ടോട്ടോളജി, കോൺട്രഡിക്ഷൻ, ഫല്ലാസി പഠിച്ചു. പിന്നെ ലോജിക്കലി ഇക്വലൻസ് നോക്കി, ഡിമോർഗൻസ് ലോയും പഠിച്ചു. പിന്നെ സെറ്റിന്റെ ബേസിക് റിസൾട്ടും പഠിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനിയുള്ള ക്ലാസ്സിൽ ബാക്കി എടുക്കാം. നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇട്ടേക്കാം ഗ്രൂപ്പിൽ. ഡൗട്ട്സ് ഉള്ളത് കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. Thank you.